പ്ലസ് വൺ മാത്തമാറ്റിക്സിലെ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന ചാപ്റ്ററിൽ നിന്നും A+IB ഫോമിൽ എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് A+IB ഫോമിലുള്ള ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ്. ഈ A+IB ഫോം എന്ന് പറയുമ്പോൾ ഇതിൽ A എന്ന് പറയുന്നത് റിയൽ പാർട്ടാണ്. A എന്ന് പറയുന്നത് റിയൽ പാർട്ടാണ്. ബി എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ടാണ്. ബി എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ടാണ്. ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നോക്കാം. അതായത് 4+3i ക്വസ്റ്റ്യൻ പേപ്പറിൽ വൺ വേർഡ് ആയിട്ട് ഇങ്ങനെ ചോദിക്കാം. അപ്പൊ 4+3i എന്ന് തന്നിരിക്കുന്ന ഈ ഒരു A+IB ഫോമിൽ ഇമാജിനറി പാർട്ട് ഏതാണ് എന്നൊരു പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചേക്കാം വൺ വേർഡ് ആയിട്ട്. അപ്പൊ ഇതിലത്തെ ഇമാജിനറി പാർട്ട് ഏതാണ്? 3 ആണ്. 3 ആണ് ഇവിടുത്തെ ഇമാജിനറി പാർട്ട്. റിയൽ പാർട്ട് എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ ഇതിൽ നിന്ന് ഇത്തരം ഒരു വൺ വേർഡ് കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അടുത്തതായിട്ട് കോംപ്ലക്സ് നമ്പർ എന്ന ചാപ്റ്റർ സോൾവ് ചെയ്യുന്നതിന് മുൻപ് ഐയുടെ വാല്യൂ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഐയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ √(-1) ആണ്. ഐയുടെ വാല്യൂ √(-1) ആണ്. ഐ സ്ക്വയറിന്റെ വാല്യൂ -1 ആണ്. I⁴ വാല്യൂ 1 ആണ്. അപ്പൊ ഈ ഒരു 3 കാര്യങ്ങൾ കൂടി നിങ്ങൾ മൈൻഡിൽ ഓർത്ത് വെക്കുക. അതായത് ഇവിടെ ഐയുടെ വാല്യൂ √(-1) ആണ്. ഐ സ്ക്വയറിന്റെ വാല്യൂ -1 ആണ്. I⁴ വാല്യൂ 1 ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കോംപ്ലക്സ് നമ്പറിൽ ഒരു എക്സാം ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. അപ്പൊ ഇനി എങ്ങനെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. 5-3i⁻³ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. 5-3i⁻³. ഈ ക്വസ്റ്റ്യനെ A+IB ഫോമിൽ എഴുതണം. അപ്പോ 5-3i⁻³ എന്ന ക്വസ്റ്റ്യനെ എങ്ങനെ A+IB ഫോമിൽ എഴുതാമെന്ന് നോക്കാം. അതായത് ഇവിടെ 5-3 ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് A-B⁻³ ആണ് നിങ്ങൾ ഇവിടെ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ A-B⁻³ എക്സ്പാൻഷൻ ആദ്യം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അത് A³ - 3a² b പ്ലസ് 3ab² -b³ ഇതാണ് A-B⁻³ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ A-B⁻³ നിങ്ങൾ പഠിച്ചു വെക്കണം. അതായത് A³ - 3a² b പ്ലസ് 3ab² -b³. ഇവിടെ A എന്ന് പറയുന്നത് 5 ആണ്. B എന്നത് 3i ആണ്. B 3i ആണ്. ഈ വാല്യൂസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എയുടെ വാല്യൂ 5 ആണ്. A³ എന്ന് പറയുമ്പോൾ 5³ എഴുതി കൊടുക്കാം. 5³ -3a² b. 3 ഇൻറ്റു എയുടെ വാല്യൂ 5 ആണ്. അപ്പൊ 5² ബിയുടെ വാല്യൂ 3i. ബിയുടെ വാല്യൂ 3i പ്ലസ് 3 ഇൻറ്റു ഇവിടുത്തെ എയുടെ വാല്യൂ 5 ഇൻറ്റു b² എന്ന് പറയുന്നത് 3i² മൈനസ് ബി വീണ്ടും ഇവിടെ എന്താണ് 3i ആണ്. അപ്പൊ ഇവിടെ 3i⁻³. 5³ 125. 5 ഇൻറ്റു 5 ഇൻറ്റു 5 ആണ്. 5³ 125 മൈനസ് ഇവിടെ 5² 25. 25 ഇൻറ്റു 3 75. 75 ഇൻറ്റു 3 225. 225i ഇവിടെ എഴുതി കൊടുക്കാം. 225i. അടുത്തത് ഈ ടേം ആണ് സോൾവ് ചെയ്യാനുള്ളത്. ഇവിടെ 3, അതായത് 3 ഇൻറ്റു 5. 3 ഇൻറ്റു 5 കിട്ടുന്നത് 15. 15 ഇൻറ്റു ഇവിടെ 3യുടെ സ്ക്വയർ 9 ആണ്. ഇൻറ്റു I²ന്റെ വാല്യൂ ഞാൻ നേരത്തെ പറഞ്ഞു -1 ആണെന്ന് പറഞ്ഞു. അതായത് ഇവിടെ 3 ഇൻറ്റു 5 ചെയ്യുമ്പോൾ 15 എന്ന് കിട്ടും. ഇവിടെ 3യുടെ സ്ക്വയർ 9 ആണ്. ഇൻറ്റു I²ന്റെ വാല്യൂ -1. ഇത് മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന വാല്യൂ 135. 15 ഇൻറ്റു 9 135 ഇൻറ്റു -1 ചെയ്യുമ്പോൾ -135 എന്ന് കിട്ടും. അതായത് -135. -135 3³ വാല്യൂ 27. 3³ എന്ന് പറയുന്നത് 27 ആണ്.
ഐ ക്യൂബ് എന്ന് പറയുന്നത് ഐ ഇൻറ്റു ഐ ആണ്. ഐ ഇൻറ്റു ഐ സ്ക്വയറിന്റെ വാല്യൂ -1 ആണെന്ന് പറഞ്ഞു. -1 ഇൻറ്റു ഐ ചെയ്യുമ്പോൾ -i എന്ന് കിട്ടും. അപ്പൊ ഇവിടെ ടോട്ടലി കിട്ടുന്നത് -27i എന്നാണ്. ഈ മൈനസും ഇവിടുത്തെ മൈനസും ചേർന്ന് പ്ലസ് ആവും. അപ്പൊ ഇവിടെ എഴുതി കൊടുക്കാം +27i എന്ന് എഴുതി കൊടുക്കാം. അടുത്ത ഇവിടെ ഐയുടെ പാർട്ടുകളെ സെപ്പറേറ്റ് സോൾവ് ചെയ്യാം, നമ്പേഴ്സിന്റെ പാർട്ടുകളെ സെപ്പറേറ്റ് സോൾവ് ചെയ്യാം. അപ്പൊ 125 -135 -225i +27i. അതായത് 125 -135 ചെയ്യുമ്പോൾ -10 കിട്ടും. ഇവിടെ 225 അതായത് -225 +27 എന്നുള്ളത് 198. അപ്പൊ ഇവിടെ കിട്ടുന്നത് -198i എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1 + i ഹോൾ സ്ക്വയർ ഇത് നിങ്ങൾക്കറിയാം a+b² എന്നുള്ളതിന്റെ ഫോമിലാണ് ഇത് കിടക്കുന്നത്. അപ്പൊ ഇവിടെ a+b² എന്ന് പറയുന്നത് a² + 2ab + b² ആണ്. a+b² എന്നുള്ളത് a² + 2ab + b² ആണ്. ഇവിടെ എയുടെ വാല്യൂ 1 ആണ്, ബിയുടെ വാല്യൂ i ആണ്. എയുടെ വാല്യൂ 1 ആണ്, ബിയുടെ വാല്യൂ i ആണ്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. a² എന്ന് പറയുമ്പോൾ 1² പ്ലസ് 2 ഇൻറ്റു എയുടെ വാല്യൂ 1 ഇൻറ്റു ബിയുടെ വാല്യൂ i പ്ലസ് i². അപ്പൊ ഇവിടെ 1² 1 ആണ്, പ്ലസ് 2 ഇൻറ്റു 1 2 ഇൻറ്റു i 2i. ഇവിടെ i²ന്റെ വാല്യൂ -1 ആണ്. അപ്പൊ -1 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ 1ഉം -1ഉം കൂടെ ക്യാൻസൽ ചെയ്ത് പോവും. = 2i എന്ന് എഴുതാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 3 × 7 + i7 + i × 7 + i7. ഇതും a+ib ഫോമിൽ എഴുതാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ ആദ്യം ചെയ്യേണ്ടത് ഈ 3നെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഈ iനെയും ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ 3 × 7 ചെയ്യുമ്പോൾ 21 എന്ന് കിട്ടും. 3 × 7 21 പ്ലസ് ഇവിടെ 3 × 7 21 ഇൻറ്റു i, ഇപ്പൊ 21i പ്ലസ് ഇവിടെ i × 7 7i, ഇവിടെ പ്ലസ് i × i² ആവും. അപ്പൊ ഇവിടെ 7i² എന്ന് കിട്ടും. ഇവിടെ 21iയും 7iയും കൂടെ പ്ലസ് ചെയ്താൽ 28i ആയി. അപ്പൊ 21 + 28i. ഇവിടെ i²ന്റെ വാല്യൂ -1 ആണ്. അപ്പൊ -1 × 7 ചെയ്യുമ്പോൾ ഇവിടെ -7 എന്ന് കിട്ടും. ഇവിടെ 21 - 7 ചെയ്താൽ 14 + 28i എന്ന് ആൻസർ എഴുതാം. 14 + 28i എന്നാണ് ഇവിടുത്തെ ആൻസർ കിട്ടുന്നത്. അപ്പൊ ഇവിടെ 3 ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഇനി അടുത്തതായിട്ട് ഇവിടെ ഈ രീതിയിൽ തരുന്ന ഒരു ക്വസ്റ്റ്യന്റെ a+ib ഫോം എങ്ങനെ എഴുതാം എന്നുള്ളതാണ്. അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. +1 മാത്തമാറ്റിക്സ് എക്സാം സീരീസിലെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയ വീഡിയോകളുടെ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മറ്റ് വീഡിയോസ് കൂടി കാണാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.